തുള്ളിയെല്ലാം മാറ്റണം, കുടഞ്ഞ് മാറ്റണം, അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ചിക്കൻ്റെ പീസ് മാത്രം ഒന്ന് കുടഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ എണ്ണയിൽ വറുത്ത് വരാൻ പറ്റിയത്ര പീസുകൾ ഇട്ട് കൊടുക്കുക. ചട്ടി നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷമാണ് ഇതേപോലെ പീസ് ഇടണമെങ്കിൽ അടിക്ക് പിടിക്കുകയൊന്നുമില്ല. നമ്മൾ എണ്ണ ഒഴിച്ച് അപ്പം തന്നെ ചട്ടി ചൂടായിട്ടില്ലെങ്കിൽ നമ്മൾ പീസൊക്കെ ഇട്ട് കൊടുത്താൽ അതിൽ പിടിക്കും. ഇതാകുമ്പോൾ ഇതുണ്ട്, ഒട്ടും മാംസമൊന്നും അതിൽ പിടിക്കില്ല, അല്ലെങ്കിൽ ഗ്രേവിയും അതിൻ്റെ മസാലകളൊക്കെ അതിൽ പിടിച്ച് കരിയും, ചട്ടി കരിയും. ഇതിങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വറുത്ത് പാകത്തിന്, നിങ്ങളുടെ അവരവരുടെ പാകത്തിനനുസരിച്ച് വറുത്ത് കോരിയെടുക്കുക. ഇടയ്ക്ക് ഒന്ന് മറിച്ചൊക്കെ കൊടുക്കുക. ഒന്ന് മറിച്ചിട്ടൊക്കെ വേഗാത്ത വശങ്ങളൊക്കെ ഒന്നും വരുന്നേ. ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നല്ലേ. ഇപ്പോൾ അതിന് ശേഷം അത് കോരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്തു. അതിൻ്റെ തരികളെല്ലാം കോരി മാറ്റുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ഇനിയും ചെയ്യുമ്പോൾ അത് കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ്. നിങ്ങളിത് കഴിഞ്ഞിട്ട് കോരി മാറ്റിയാൽ മതി. അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. വീണ്ടും അടുത്ത സെറ്റും കൂടി അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത സെറ്റും കൂടി എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ പാകത്തിന് മുരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം, ഫ്രൈ ആയതിനു ശേഷം അത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെറിയ പീസായിട്ടൊക്കെ എടുക്കുന്ന, കാലും എല്ലാം ചെറിയ പീസായിട്ടാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിക്കൻ്റെ ലിവറൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഫ്രൈ ചെയ്യണ സമയത്ത് ആദ്യമേ ഒന്നും ഇടരുത്. എന്നുവെച്ചാൽ അത് പൊട്ടും, എണ്ണയൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മളുടെ മുഖത്ത കയ്യിലൊക്കെ തെറിക്കും. നമ്മൾ അറിയാൻ പാടില്ലെങ്കിൽക്കൊണ്ടാണ് ഞാനത് പറയണത്. അത് അവസാനം ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രം ഇട്ട് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പച്ചമുളക്, ഇഞ്ചി, വേപ്പിലേക്കില്ലേ, അതെല്ലാം അതിൻ്റെ വെള്ളം വീഴരുതും. വെള്ളം വീഴാതെ അതിലേക്കിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുക. ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നട്ട്സ്, കുറച്ച് കശുവണ്ടി ഞാൻ അതിലേക്ക് ഇട്ട് വറുക്കുന്നുണ്ട് കേട്ടോ. ഇതേ കുറച്ച് കശുവണ്ടിയാണ്, അത് ഞാൻ കഴുകി വെച്ചതാണ്. ആ കശുവണ്ടിയൊക്കെ ഇടുമ്പോൾ എപ്പോഴും കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട്. പല ആൾക്കാർ പിടിക്കുന്നതും പലതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യണം. അതും കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കുക. ആ കശുവണ്ടിയും വറുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ്റെ എണ്ണയിലേക്ക് ഇടുന്നത് വറുത്ത് വരുമ്പോൾ ആ കശുവണ്ടിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും തന്നെ. അങ്ങനെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ ഫ്രൈ ചെയ്തതെല്ലാം കൂടി അതിൻ്റെ മീതെ വിതറുക. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായി. ഫ്രൈ ചെയ്ത് തന്നെ തിന്നാം നമുക്ക്. ഞാൻ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈ ചെയ്ത് കണ്ട. ഇനി ചെയ്യേണ്ട ഒരു ചീനച്ചട്ടി ഗ്യാസിൽ അടുപ്പിൽ വെച്ച്, ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തതല്ലേ, അപ്പോൾ ആ വറുത്ത എണ്ണ തന്നെയാണ് കറിയിലേക്ക് ഞാൻ എടുക്കുന്നത്. എന്നുവെച്ചാൽ അത് തന്നെ ആവശ്യത്തിനുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചത്. 3 സവാള, ഒരു മീഡിയം ടൈപ്പ് സവാളയാണ് 3. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു തക്കാളി, 3 സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. അത് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വരണം. സവാള ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സവാളയൊക്കെ നമ്മൾക്ക് ആവശ്യത്തിന് കൂടുതൽ വേണ്ടവർക്ക്, സവാള കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഗ്രേവി നന്നായിട്ടുണ്ടാവും. ചിലവർക്ക് അധികം സവാള ഇഷ്ടമാവില്ല. അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് അല്പം ഉപ്പുപൊടി ഉപ്പിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനൊക്കെ നല്ലതാണ്. അതായത് നമ്മൾ ഫ്രൈക്ക് മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ. പിന്നെ ഗ്രേവിയും കൂട്ടൊക്കെ വരുമ്പോൾ ഉപ്പ്. ആ സവാള മുരിയണ നേരത്തിൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കണം. ഇത് ചിക്കൻ മസാലയുടെ കൂട്ട്. ഞാൻ എപ്പോഴും ഇത്തിരി ചിക്കൻ മസാല കൂട്ട് എടുക്കാറുണ്ട്. ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ അതിനനുസരിച്ച് എടുക്കുക. ഇത് നമ്മുടെ സാധാരണ മസാലപ്പൊടി. അത് പട്ട, കറയാമ്പ്, കുരുമുളക്, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം കൂടി നമ്മൾ ചൂടാക്കി പൊടിക്കൂല ആ മസാല.
ഇത് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാലപ്പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് കേട്ടോ. ഇത് സാധാ മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ അത് 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ, അധികം എരിവ് വേണമെന്നില്ല. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് അല്പം കൂടുതലിടാം, അപ്പോൾ കറിക്ക് ഇത്തിരി നിറം കിട്ടിക്കോളും. അത് 2 ടീസ്പൂണോളം ഇട്ട്. ഇനി എന്താണ് ഇടാനുള്ളത്? അല്പം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതാണ് നമ്മളുടെ എടുക്കാനുള്ള മസാലക്കൂട്ടുകൾ. ഈ മസാലക്കൂട്ടിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ച് വെക്കണം. എപ്പോഴും നമ്മൾ ഇതേപോലെ മസാലയൊക്കെ ചെയ്യുമ്പോൾ, ഇറച്ചിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പൊടികൾ നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല, നമുക്ക് വഴറ്റിയെടുക്കാൻ നല്ലതാണ്. ഇതുണ്ട്. അപ്പോൾ സവാള അവിടെ നിന്ന് വഴന്ന നേരത്തിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പാകത്തിന് ഒറ്റയടിക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, അതാണ് ഞാൻ അല്പം അല്പം ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് നനച്ച് കൂട്ടി വെക്കുക. അവിടെ ഇരിക്കട്ടെ, അതൊന്ന് നനച്ചങ്ങനെ വെക്കട്ടെ. ഇപ്പോൾ സവാളയും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് സൈഡിലേക്കൊന്ന് വകഞ്ഞ് മാറ്റുക സവാളയെല്ലാം. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് എല്ലാം കൂടി അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടതിന് ശേഷം ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ. ഇങ്ങനെ നനച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണ്. മസാല കരിഞ്ഞൊന്നും പോലും, പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകില്ല. ഇത് നന്നായിട്ട് പാകത്തിന് സാവധാനം വഴറ്റി, അതുപോലെ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മസാല ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഉണ്ട്. അന്ന് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ മസാല പാകമായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഇതുണ്ട്. ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ, ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആ കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, പകുതി ക്യാപ്സിക്കം, അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് വാടി വന്നല്ലോ, അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറി, ക്യാപ്സിക്കത്തിൻ്റെ തക്കാളിയൊക്കെ മാറി. ഇത് എല്ലാം കൂടി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല സ്മെല്ല് ഇപ്പോഴേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസാല മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സ്മെല്ല് വരും. ഇപ്പോഴേ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലായി. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയിലേക്ക് ചെറിയ ജാർ എടുത്തിട്ട് ആ വഴറ്റിയ മസാലകൾ ഒന്ന് അടിച്ചെടുക്കുക. ഒരു മിനിറ്റ്, 1 സെക്കൻഡ് ഒന്ന് പെട്ടെന്നൊന്ന് ജാറിലേക്ക് ഇട്ട് ഒന്ന് ഓണാക്കിയാൽ മതി. ഫുൾ എടുക്കാൻ ഞാൻ അല്പം ഇത്ര വെച്ചതാണ്, ഇത്തിരി ഇതായിട്ടിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുത്താണ്. അത് നല്ല കൊഴുപ്പ് പോലെ കണ്ട, അപ്പം നല്ല കുഴമ്പ് പരുവത്തിലാവും പേസ്റ്റ് കണ്ട. അത് നന്നായിട്ട് വടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടി പാകത്തിനൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമുക്ക് കറികൾക്ക് നല്ല ഗ്രേവി കിട്ടിക്കോളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിയിൽ നല്ല ഗ്രേവി ആയിട്ട് ആവശ്യാനുസരണം നമുക്ക് ഇതൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം നല്ല കൊഴുപ്പ് കറിക്ക് കിട്ടും. ഇനി അത് ഇതിൻ്റെ പാകം ആകുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ തെന്നി മാറും. ഇങ്ങനെ അങ്ങോട്ട് മൂപ്പ് നോക്കണത് നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ട് ഓരോന്ന് ഇങ്ങനെ മറിയുമ്പോൾ മറിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ പാകമായി. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. അരപ്പൊക്കെ ഒന്ന് ഇളകി കിട്ടണ്ടേ, കൂടി കിട്ടണ്ടേ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കൂടുതൽ വേണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അല്പം കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതേ ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഉപ്പുണ്ടാന്ന് നോക്കിയേക്കാം. നമുക്ക് ഈ അരപ്പിൽ ഉപ്പുണ്ടാന്ന് നോക്കണം. ഞാൻ പീസിന് കൂടുതലൊന്നും ഇട്ടിട്ടില്ല, പാകത്തിനുണ്ട്. പീസിന് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിന് ഇട്ടിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ആ വറുത്ത ഫ്രൈ ചെയ്ത പീസുകളൊക്കെ ഇടാം. ഇത് ഞാൻ പച്ചമുളകും ഒന്നും അരച്ചില്ല, കശുവണ്ടിയൊന്നും. അത് വേണമെങ്കിൽ അതും അരക്കാം കേട്ടോ. അപ്പം ഞാൻ അരക്കാഞ്ഞ വേറൊന്നുമല്ല, കശുവണ്ടിയൊക്കെ നമുക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ്. വെറുതെ ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ചിക്കൻ വറുത്ത എണ്ണയിൽ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് പിന്നെ കടിച്ച് തിന്നാലാന്ന് വിചാരിച്ച് തന്നെ അരച്ചെടുക്കാഞ്ഞത്. നന്നായിട്ട് എല്ലാ പീസുകളുമായിട്ട് ഒന്ന് കുഴച്ച് ഒന്ന് ഇളക്കി എല്ലായിടവും കൂടി മിക്സ് ചെയ്യുക. പീസിന് മൊത്തം പിടിക്കണമല്ല ഗ്രേവി. ആവശ്യത്തിന് നിങ്ങൾ അല്പം വെള്ളവും കൂട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇണക്ക് പോലെ കൂട്ടി കൊടുക്കണം. നമ്മൾ റോസ്റ്റ് ആകുമ്പോൾ അധികം വെള്ളം വേണ്ടല്ലോ, ഗ്രേവി ഉണ്ടായിക്കോളൂ. ഇങ്ങനെ ചെയ്യണോണ്ട് ഗ്രേവി ഉണ്ടാവും. ഇപ്പം നല്ല അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെക്കാം. ഇതുണ്ടോ നോക്കിയിട്ട് പാകത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വെന്തിരിക്കണേണ് കറി എന്ന് വെച്ച് ഒന്ന് മിക്സ് ആയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ വെന്ത്. അപ്പം ഇനി എല്ലാം കൂടി ഒന്ന് ഗ്രേവിയൊക്കെ അതുമാതിരി പിടിക്കണം പീസിലൊക്കെ. അത്രയേ കാര്യമുള്ളൂ.
ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, പാകമായി. ഇനി നമുക്കത് സർവിങ് ചെയ്യണ ഒരു ബൗളിലേക്ക് തീ ഓഫാക്കുക. അതിന് ശേഷം ബൗളിലേക്ക് മാറ്റി നിന്ന് ഇതിലേക്ക് നമ്മൾ എല്ലാം മൊത്തം ഗ്രേവിയും എല്ലാം എടുത്തു. നല്ല ഗ്രേവിയുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. നമ്മൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്പം മതി, കുറച്ചെടുത്താലും മതി നമുക്കിങ്ങനെ ചെയ്ത് നോക്കാനായിട്ട്. ആദ്യമേ തന്നെ അധികം സാധനമൊന്നും ചെയ്യണ്ട, കുറച്ച് സാധനങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അളവുകളും കാര്യങ്ങളെല്ലാം. ഉണ്ട്, എങ്ങനെയുണ്ട്? ഇഷ്ടമായ ഇതാണ്. അതിലേക്ക് നമ്മൾ അല്പം വേപ്പിലയും കറിവേപ്പിലയും 1-2 മല്ലിയിലേക്ക് വെച്ച് ഡെക്കറേഷൻ ചെയ്ത്, ഇപ്പോൾ കശുവണ്ടിയൊക്കെ അതിൻ്റെ പുറത്തുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇതേ കറി. ഇത് നമുക്ക് ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ്, അതിൻ്റെ കൂടെ ബ്രെഡ്, ചപ്പാത്തി, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, ചെയ്യാതിരിക്കരുതും. അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കാൻ മറക്കരുതും. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.